അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്നറിയോ? നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് മസാലകളൊന്നും ഇടാതെ കുറച്ച് മാത്രം മസാലപ്പൊടികൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. പൊളിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം 1/2 കിലോനുണ്ട്. അതുപോലെ തന്നെ തീരെ പൊടിയല്ലാത്ത കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് തൊണ്ട് പൊളിച്ച് പുറത്ത് നാരൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കതിൽ മസാലകൾ ചേർക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തുട്ടാ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തുട്ടാ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടികളൊക്കെ എത്തുന്ന വിധം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ പുറത്താണെങ്കിലും അരമണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് വറുത്തെടുക്കണത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ആദ്യം തന്നെ ഇന്ന് കുറച്ച് വെള്ളം പൊന്തി വരും കേട്ടോ. അപ്പോൾ അത് വറ്റണം അത്രയും സമയം നമ്മൾ ഇത് വറുത്ത് കൊടുക്കണം. പിന്നെ അധികം ഡ്രൈ ആവണ വരെ വറക്കണ്ട കേട്ടോ. ചെമ്മീൻ അധികം നേരം വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റബ്ബറി സ്ട്രക്ചർ ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരണ വരെ മാത്രം ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വെള്ളം വറ്റിയിട്ടുണ്ട്. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിത് മുഴുവൻ എണ്ണയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അടുത്ത ട്രിപ്പും ഇതിലിട്ടിട്ട് വറുത്തെടുത്തു കേട്ടോ. അങ്ങനെ അത് മുഴുവൻ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ആ ബാക്കി വന്ന എണ്ണ വേറൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചു കേട്ടോ. പനി പിടിച്ച് ശബ്ദമൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് വോയിസ് കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറിയതിന് ശേഷം 2 ചെറിയ സവോള നന്നായി കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. അത് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ സവോളയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നന്നായി വഴലുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ചതച്ചതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പച്ചമണം മാറണ വരെ, പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് തീ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട്. പൊടികൾ കരിഞ്ഞു പോകരുത്. നമ്മളെപ്പോഴും ഉള്ളി വഴറ്റി മസാലക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി ചേർക്കണമായിട്ട് മുന്നേ പൊടികൾ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് പെട്ടെന്ന് മസാല മൊരിഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം തക്കാളി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് നന്നായി ഉടഞ്ഞ് വരുന്ന പോലെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെയാണ് ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരമുറി നാളികേരത്തിൻ്റെ 1/4 പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അധികം ചാറ് വേണ്ടാത്തതുകൊണ്ട് 1/4 പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറേ വെള്ളം പോലെ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ മസാലയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ചാറ് കറിയായിട്ടാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ നാളികേരത്തിൻ്റെ 2/2 പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് എല്ലാ മസാലകളും ഇതിലേക്ക് പിടിക്കും വിധം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അധികം നേരം തിളപ്പിച്ച് വറ്റിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചെടുക്കണ വരെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം മല്ലിയിലയുടെ മണം കൂടിയാകുമ്പോൾ ഇത് നല്ലൊരു മണമായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ചെമ്മീൻ കൊണ്ട് കറി ഉണ്ടാക്കണതാണോ അതോ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കണതാണോ ടേസ്റ്റ് എന്നും എല്ലാവർക്കും ഇഷ്ടമെന്നും എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണേ.